Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ഇനി അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹാൻ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിന്മ, അസത്യം എന്നിവയുടെ ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്നുള്ള സന്ദേശം ലോകത്തിന് നൽകിയാണ് ഈസ്റ്റർ ആഘോഷം നടന്നത്. ഔഷധക്കൂട്ടുകളിലൂടെ തയ്യാറാക്കിയ ചായക്കൂട്ടുകളിൽ നെയ്തെടുത്ത യോഗ മാറ്റ് വിപണിയിലെത്തിച്ച് കൈത്തറി രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഇരിണാവ് കൈത്തറി സഹകരണ സംഘം. 22-ന് വ്യവസായ മന്ത്രി പി രാജീവ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം എഴുന്നള്ളത്തിനിടെ ആനയിടഞ്ഞു. ശനിയാഴ്ച രാത്രി 9:45 സംഭവം. 1 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ജീവൻ മുറുകെ പിടിച്ച് ആനയുടെ മുകളിലിരുന്ന കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന പുഴ ശുചീകരണ യജ്ഞം 3ാം ഘട്ടം കൗവായിക്കായലിൽ നടന്നു. രാമന്തളി തെക്കുംപാട് ബോട്ട് ജെട്ടിയിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ അഥവാ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിന്മ, അസത്യം എന്നിവയുടെ ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്നുള്ള സന്ദേശം ലോകത്തിന് നൽകിയാണ് ഈസ്റ്റർ ആഘോഷം നടന്നത്. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രൈസ്തവർ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചു വന്നു. പാസ്ക എന്ന പദം യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് കരുതുന്നു. 4-ാം നൂറ്റാണ്ടു മുതൽ ദുഃഖവെള്ളി വേറിട്ട് ആഘോഷിച്ചു തുടങ്ങി. പീഡാനുഭവവും മരണവും ഉയിർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു അത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാന പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീടത് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. പള്ളികളിൽ ആരാധനയ്ക്ക് ശേഷമാണ് പാതിരാ കുർബാനയോടെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. ലോകപാപങ്ങൾ ഏറ്റെടുത്ത് കുരിശുമരണം വരിച്ച് കല്ലറിയിൽ സംസ്കരിച്ച യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തെന്നാണ് ഈസ്റ്റർ ആചരണത്തിന്റെ സത്ത. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ക്രൂശിതനായ യേശുക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാൾ ആഘോഷപൂർവ്വം നടന്നു. സഹനപാതയിൽ 50 നോമ്പാചരണം പൂർത്തീകരിച്ചാണ് വിശ്വാസ സമൂഹം ഈസ്റ്റർ എന്ന ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചത്. പാതിരാ കുർബാനയ്ക്ക് മുമ്പായി ആരാധനയുമുണ്ടായി. പള്ളികളിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്വരൂപം ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. പെസഹ ജാഗരത്തിന്റെ ഭാഗമായി പാതിരാ കുർബാനയും ജ്ഞാനസ്നാന ജല ആശീർവാദവും ദൈവവചന പ്രഘോഷണവും പെസഹാതിരി ആശീർവാദവും നടന്നു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കിടന്ന് നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം അവർ കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പലം നിൽക്കവേ 2 പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ടു, മുഖം കുനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഔഷധക്കൂട്ടുകളിലൂടെ തയ്യാറാക്കിയ ചായക്കൂട്ടുകളിൽ നെയ്തെടുത്ത യോഗ മാറ്റ് വിപണിയിലെത്തിച്ച് കൈത്തറി രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് ഇരിണാവ് കൈത്തറി സഹകരണ സംഘം. 22-ന് വ്യവസായ മന്ത്രി പി രാജീവ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും.
കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി ഈ സഹകരണ സംഘം വിജയകരമായി മുന്നോട്ടു പോവുകയാണ്. 10 തറികളിൽ തുടങ്ങി 150 തറികളിലേക്ക് വളർന്നിട്ടുണ്ട്. ലോകോത്തര നിലവാരത്തിലുള്ള കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിച്ചെടുത്ത് അവ കയറ്റുമതി ചെയ്യുന്നു. അത്തരത്തിൽ ലൈസൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി സഹകരണ സംഘം കൂടിയാണിത്. ഒരു കാലത്ത് 300-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തു വന്നിരുന്നു. മേഖലയിലെ പ്രതിസന്ധികൾ തൊഴിലാളികളുടെ എണ്ണം കുറയാൻ കാരണമായി. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പുത്തൻ ആശയങ്ങളാണ് ഇരിണാവ് വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. പൂർണ്ണമായും ആയുർവേദ ഔഷധക്കൂട്ടുകളിലൂടെ തയ്യാറാക്കിയ ചായക്കൂട്ടുകളിൽ നെയ്തെടുക്കുന്ന കൈത്തറി യോഗ മാറ്റുകളാണ് പുതുതായി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നത്. പൊതുവിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇരിണ വീവേഴ്സ് സൊസൈറ്റിയുടെ 50-ാം വാർഷികം കടന്നു വരുന്നത്. ഈ മേഖലയെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ വരുമാനമുയർത്തുന്നതിനും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ അവർക്ക് നൽകുന്നതിനും ആവശ്യമായ നടപടികളുമായാണ് ഇരിണ വീവേഴ്സ് സൊസൈറ്റിയുടെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന് ഏറ്റവും സഹായകമായ നിലയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സഹായങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഈ മേഖലയിൽ തന്നെ തൊഴിലാളികൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടും അവരിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ഹാൻഡ് പെയിന്റഡ് സാരികൾ ഇതിനോടകം തന്നെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൈത്തറി ബെഡ്ഷീറ്റുകളും വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. ബാത്ത് മാറ്റുകൾ ജപ്പാൻ ഉൾപ്പെടെയുള്ള പല വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. സുവർണ ജൂബിലിയുടെ ഭാഗമായി ഘോഷയാത്ര, തൊഴിലാളികളെ ആദരിക്കൽ, പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കൽ എന്നിവ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം എഴുന്നള്ളത്തിനിടെ ആന ഇടഞ്ഞു. ശനിയാഴ്ച രാത്രി 9:45ഓടെയാണ് സംഭവം. 1 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രോത്സവം എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ അവസാനവട്ടം വലം വെക്കുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. ദേവിയുടെ തിടമ്പേറ്റിയ ആന പെട്ടെന്ന് ഇടയുകയായിരുന്നു. വട്ടപ്പന്തലിൽ ഉത്സവം കാണാനെത്തിയ ജനങ്ങൾ ഇതോടെ പരിഭ്രാന്തരായി ചിതറിയോടി. ഇടഞ്ഞ ആന സമീപത്തെ കൂറ്റൻ നിലവിളക്ക് തട്ടിത്തെറിപ്പിച്ചു. ഗാനമേളയ്ക്കായി സെറ്റ് ചെയ്ത സൗണ്ട് സിസ്റ്റം തകർത്തു. വട്ടപ്പന്തലിലെ 2 തേക്കിൻ കാലുകളും ഇടിച്ചു വീഴ്ത്തി. സമീപത്തെ ക്ഷേത്രഭണ്ഡാരം ഭാഗികമായി തകർത്തു. ഏറെ നേരം തിടമ്പുമായി ആനയുടെ മുകളിൽ കുടുങ്ങിപ്പോയ നമ്പൂതിരിയെ ഏറെ സമയത്തിന് ശേഷമാണ് താഴെ ഇറക്കിയത്. എലിഫന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ 1 മണിക്കൂർ നേരത്തെ ശ്രമഫലമായി ആനയെ തളച്ചു. അനുനയിപ്പിച്ച ശേഷം ലോറിയിൽ കയറ്റി തളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. ക്ഷേത്രം സേവാ സമിതിയുടെയും പോലീസിന്റെയും ഇടപെടൽ ആളപായമൊന്നുമില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചു. തുടർന്ന് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി എഴുന്നള്ളത്ത് പാപ്പിനിശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. ആനയെ ഒഴിവാക്കി തിടമ്പ് ശിരസിലേറ്റിയാണ് എഴുന്നള്ളത്ത് നടന്നത്. പറശ്ശിനി ദേശവാസികളുടെ നേതൃത്വത്തിൽ ആചാര വെടിക്കെട്ട് നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആനയിടയാൻ കാരണം ലേസർ ലൈറ്റ് എന്ന് സേവാസമിതി ഭാരവാഹികൾ. ജീവൻ മുറുകെ പിടിച്ചു ആനയുടെ മുകളിലിരുന്ന് കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കുത്സവത്തിന് ആനയിടയാൻ കാരണം ആനയുടെ കണ്ണിലേക്ക് ആരോ ലേസർ ലൈറ്റ് അടിച്ചതുകൊണ്ടാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. ആനയുടെ കണ്ണിലേക്ക് ലാസർ രശ്മി ആരോ അയച്ചിട്ടാണ് ആന ഇങ്ങനെ വരേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആരാണോ അതിൻ്റെ പിന്നിലെന്നോ അതിലെ അറിയാതെ കണ്ട് സംഭവിച്ചു പോയതാണോ എന്നും പറയാൻ വേണ്ടി പറ്റില്ല. വട്ടപ്പന്തലിലെ മുഴുവൻ ഭക്തജനങ്ങളും ഒരുതരം വിഭ്രാന്തിയോട് കൂടിയിട്ടാണ് നിന്നിരുന്നത്. ആനപ്പുറത്തുണ്ടായിരിക്കുന്ന കേശവൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ഫലം അല്ലെങ്കിൽ അമ്മയുടെ ആ ചൈതന്യം അദ്ദേഹത്തിലേക്ക് കയറി ചെന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും 3 പ്രാവശ്യമാണ് ആന തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. നമ്മളത് കണ്ടതാ. അദ്ദേഹം ആ വിമ്മുവായിട്ട് ബാക്കിലോട്ട് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ തുമ്പിക്കൈ കൊണ്ട് ആനക്ക് പിടിച്ച് പുറത്തേക്ക് ചാടാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്.
മാനസികമായിട്ട് ആ സമയത്ത് അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ വേദന അപ്പം എന്തായാലും കണ്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ശനിയാഴ്ച രാത്രി 9:45 ഉത്സവം പുറത്തിറങ്ങി 2 വലം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആന ഇടഞ്ഞത്. രാത്രി 10:30 ആനയെ തളച്ചത്. 3 ആനകളാണ് ഉത്സവത്തിന് വട്ടപ്പന്തലിൽ ഉണ്ടായിരുന്നത്. അന്നപൂർണേശ്വരിയുടെ തിടമ്പേറ്റിയ ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആനയുടെ മുകളിൽ ദേവിയുടെ തിടമ്പ് മുറുകെ പിടിച്ച് കേശവൻ നമ്പൂതിരി 1 മണിക്കൂർ നേരം ഇരുന്നു. 3 തവണ ആന ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആന വട്ടപ്പന്തലിന്റെ തൂണുകൾ അടിച്ചു തകർക്കുമ്പോഴുമെല്ലാം ധൈര്യം കൈവിടാതെ കേശവൻ നമ്പൂതിരി ആനപ്പുറത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ആനയെ തളച്ചതിനു ശേഷം തിടമ്പ് തന്റെ ശിരസിലേറ്റി ചടങ്ങുകൾക്ക് വിഘ്നം വരാതെ ഉത്സവം എഴുന്നള്ളത്ത് പാപ്പിനിശ്ശേരിയിലേക്ക് പോയി. രാവിലെ ഉത്സവ സമാപനത്തിന് ശേഷം കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു. സേവാസമിതി പ്രസിഡന്റ് MV വത്സലൻ, സെക്രട്ടറി MK നാരായണൻകുട്ടി, CK സുമേഷ്, K രാജൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന പുഴ ശുചീകരണ യജ്ഞം 3ാം ഘട്ടം കൗവായി കായലിൽ നടന്നു. രാമന്തളി തിക്കുംപാട് ബോട്ട് ജെട്ടിയിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാമന്തളി വലിയ പറമ്പ് പഞ്ചായത്ത് കായൽ തീരങ്ങളിലൂടെ നടത്തിയ ശുചീകരണത്തിൽ 11 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പ്രശസ്ത ടൂറിസം കേന്ദ്രമായ കൗവായി ബോട്ട് ടെർമിനലിൽ അവസാനിച്ചു. സമാപന പരിപാടി പയ്യന്നൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ ഉദ്ഘാടനം ചെയ്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുഴ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴുമലയിൽ നിന്ന് ഏറ്റുവാങ്ങി. ജോൺസൺ പീറ്റർ അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി ജാക്സൺ ഏഴിമല, ദേശീയ കയാക്കിംഗ് താരം സ്വാലിഹ റഫീഖ് ഏണ്ടിയിൽ, മാധ്യമപ്രവർത്തകൻ റഫീഖ് കലാം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഏപ്രിൽ 27 പുഴ ശുചീകരണ യജ്ഞത്തിന്റെ സമാപന പരിപാടി കൗവായി പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഉളിയത്ത് കടവിൽ സമാപിക്കും. TA മുസുവന്നൻ MLA ഉദ്ഘാടനം ചെയ്യും. ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുട്ടികൾ എപ്പോഴും ഭാവനയുടെ ലോകത്താണ്. നാം കാണുന്ന കാഴ്ചകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കും അവരുടെ കാഴ്ച. അത്തരത്തിൽ ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ ഭാവനയിൽ വിരിയുന്ന രൗദ്രമൂർത്തികളായ തെയ്യക്കോലങ്ങൾക്ക് പോലും ലാളിത്യവും കുട്ടിത്തവും ഏറിയിരിക്കും. പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലെത്തിയാൽ 7 വയസ്സുകാരൻ നമ്രതിൻ്റെ കുട്ടിത്തം തുളുമ്പുന്ന തെയ്യപ്രദർശനം കാണാം. 2ാം ക്ലാസ്സുകാരൻ നമ്രതാണ് എനിക്ക് ഒപ്പം ഉള്ളത്. അവൻ വരച്ച ചിത്രങ്ങൾ കാണാൻ വേണ്ടി അവൻ ഒരുക്കിയ ചിത്ര പ്രദർശനത്തിൽ എത്തിയിരിക്കുകയാണ്. വലിയ സന്തോഷത്തിലല്ലേ? അതെ അതെ. നമ്മൾ ഈ പയ്യന്നൂരുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെയ്യങ്ങളാണ് നമ്മുടെ ഭക്തിയുടെ തലത്തിലാണെങ്കിലും നമ്മുടെ കലയുടെ തലത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നത് തെയ്യങ്ങളുമായിട്ടാണ്. കുട്ടികളുടെ അവരുടെ ഭാവനയിലും അവരുടെ ചിത്രങ്ങളിലും ഒക്കെ വരുന്നതും തെയ്യങ്ങളുടെ ആ ഒരു കടും ചുമപ്പ് നിറം തന്നെയാണ്. വീട്ടിലുകളിൽ തെയ്യം കെട്ടിക്കളിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണ്. അതുപോലെ നമ്രതിനും ഏറ്റവും ഇഷ്ടം തെയ്യമാണല്ലേ? അതെ, തെയ്യം കെട്ടി കളിക്കാറുണ്ടല്ലേ? അത് കെട്ടാനുള്ള മേക്കപ്പൊന്നും ടൈമില്ല, ആയാലും ചെയ്യാറുണ്ട്. അതിനുള്ള കിരീടം ഇതൊക്കെ മോൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. അത് മുഖം മൂടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അങ്ങനെയാണ് ലാസ്റ്റ് ചിത്രം വരയിലേക്ക് എത്തിയത് അല്ലേ? അതെ. ആരാ ചിത്രം വരക്കാൻ പഠിപ്പിക്കുന്നത്? അത് ഞാൻ പഠിക്കാൻ പോകുന്ന ഞാൻ ഓൾറെഡി വരക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ചെമ്പ്രാനം പഠിക്കാൻ പോകുന്ന രവീന്ദ്ര മാഷ് അവിടെ നിന്ന് എങ്ങനെ പ്രദർശനം ചെയ്യുക. അതിന് പിന്നെയാണ് ഞാൻ ഇത്രക്കും തെയ്യങ്ങളെ വരക്കാൻ തുടങ്ങിയത്. ഏറ്റവും ഇഷ്ടമുള്ള തെയ്യം ഏതാ? ഗണ്ടാകർണൻ തന്നെ. ഗണ്ടാകർണനാണ്. ഇവിടെയുണ്ട് ഇവന് ഇഷ്ടമുള്ള ഗണ്ടാകർണൻ്റെ ചിത്രം അടക്കം ഇവിടെയുണ്ട്. ഇതിൽ ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ നമ്രതിൻ്റെ ഭാവനയിലുള്ള തെയ്യങ്ങളാണ്. അതാണ് അതിൻ്റെ ഏറ്റവും കുട്ടിത്തം തുളുമ്പുന്ന ചിത്രങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചിത്രങ്ങളൊക്കെ കണ്ട ആളുകളൊക്കെ എന്താ അഭിപ്രായം പറയുന്നത്? എല്ലാം നന്നായിട്ടുണ്ട്, ഇനിയും ഭാവിയിൽ വളരണമെന്നാണ് പറയുന്നത് എല്ലാവരും. അത് തന്നെയാണല്ലേ നമ്രതിൻ്റെ ആഗ്രഹം? അതെ. കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണം, കൂടുതൽ പഠിക്കണം അല്ലേ? തെയ്യങ്ങൾ തന്നെയാണോ കൂടുതൽ വരക്കാനും ഇഷ്ടം? അതെ, തെയ്യങ്ങളെ തന്നെയാണ് കൂടുതൽ വരക്കാനും ഇഷ്ടം. എമ്പുരാൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ ചിത്ര പ്രദർശനത്തിന്? എങ്ങനെ അങ്ങനെ ഒരു പേര് വന്നത്? എമ്പുരാൻ സിനിമ ഉണ്ടോ? ഇല്ല, കണ്ടില്ല. എനിക്ക് സിനിമയിലും ഇഷ്ടമല്ല. സിനിമ കണ്ടാൽ ഞാൻ എന്തായാലും കഴിയും. സിനിമ കാണാൻ ഇഷ്ടമില്ല, വരക്കാനാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ? വരക്കാൻ തന്നെ. വരക്കാനും ക്ലേ വർക്ക് ചെയ്യാനും അതൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതലും തെയ്യങ്ങളെ കുറിച്ച് തന്നെയാണോ ക്ലേ വർക്കും ചെയ്തിട്ടുള്ളത്? കൂടുതൽ തെയ്യങ്ങളും ഉണ്ട്, ആനിമൽസും കുറച്ച് ഇങ്ങനത്തെ മനുഷ്യരും ഒക്കെ ചെയ്തിട്ടാണ് ശില്പങ്ങൾ തുടങ്ങിയത്. അത്രല്ലോ. ഇനി എന്താണ് ആഗ്രഹം? ഇനി എന്താ ആഗ്രഹം? ഒരുപാട് വരയ്ക്കണം എന്നാണോ? അതെ, ഒരുപാട് വരയ്ക്കണം. വരച്ചിട്ട്
ഇതുപോലെ പ്രദർശനങ്ങളൊക്കെ നടത്തണം. വാട്ടർ കളർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അത് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. രണ്ടും ഇഷ്ടം തന്നെ, എന്നാലും വാട്ടർ കളർ ചെയ്യാനും ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. വരയ്ക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് വരയ്ക്കുക? തെയ്യത്തിന് പുറമെ മൃഗങ്ങൾ വരക്കും, നാറ്റോയിഡ്സ് വരക്കും, പിന്നെ ബേർഡ്സ് വരക്കും, അങ്ങനത്തെ ചിത്രങ്ങളെല്ലാം വരക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പയ്യന്നൂരിനും അതുപോലെ വടക്കിനെ സംബന്ധിച്ചിടത്തോളം തെയ്യങ്ങളും തെയ്യപ്പറമ്പുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. മണ്ണിൽ മനുഷ്യനൊപ്പം ജീവിക്കുന്ന ദൈവങ്ങളാണ് തെയ്യങ്ങൾ. ആ തെയ്യങ്ങളെ നമ്രതിൻ്റെ ഭാവനയിൽ അങ്ങനെ തന്നെ വരച്ചു വച്ചിരിക്കുന്ന ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. IRPC പെരളം നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു. പാച്ചേനി പുന്നക്കോടൻ കലാസമിതി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു സംഗമം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കണ്ണൂർ ജില്ല കേരളത്തിൽ മാതൃകയാവുന്ന രീതിയിലാണ് ഈ സാന്ത്വന പരിചരണ രംഗം ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു മയിലുള്ള ഡീഅഡിക്ഷൻ സെൻ്ററുമായ അതുപോലെ ഡയാലിസിസ് കേന്ദ്രമൊക്കെ. ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ കൂട്ടായ കൈകോർക്കലിൻ്റെ ഭാഗമായാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പം ഈ ലോക്കൽ പ്രാദേശികത്തിലുള്ള ഈ ലോക്കൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ K. മധു അധ്യക്ഷനായി. JHI KT ജയപ്രകാശ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. TV നാരായണൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KV രാധാമണി, PP ചന്ദ്രൻ, P. ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാടായിപ്പാറയിൽ നടക്കുന്ന മാടായി മഹോത്സവത്തിന്റെ പ്രധാന വേദിയുടെ കാൽനാട്ടൽ മാടായി പാളയം മൈതാനത്ത് നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജർ ഉദ്ഘാടനം ചെയ്തു. മാടായി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാടായിപ്പാറയിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ പ്രധാന വേദിയുടെ കാൽനാട്ടൽ മാടായി പാളയം മൈതാനത്ത് നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 27 മുതൽ മെയ് 4 വരെയാണ് മാടായിപ്പാറയിൽ മഹോത്സവം നടക്കുക. വൈവിധ്യമാർന്ന പ്രദർശനങ്ങൾ, സ്റ്റാളുകൾ, സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ എന്നിവ നടക്കുമെന്ന് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പറഞ്ഞു. പന്തൽ കാൽനാട്ടൽ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PP അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ കക്കോപ്രവൻ, റിയാസ്, പുഷ്പകുമാരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് PV അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ C. കണ്ണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. CITU പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന C. കണ്ണനെ അനുസ്മരിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാർ കേന്ദ്രീകരിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പ്രകടനം നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം K. പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലും CITU രൂപീകരിക്കുന്ന ഘട്ടത്തിലും CITUവിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായും തൊഴിലാളി വർഗത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. നെയ്ത്തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് സഖാവ് ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ പിന്നീട് കൈകാര്യം ചെയ്യാത്ത തൊഴിലാളി സംഘടനകളില്ല. മരണം വരെ ബീഡി തൊഴിലാളികളുടെ നേതാവായി അഖിലേന്ത്യാ സംസ്ഥാന നേതാവായി സഖാവ് C. ഫോർട്ടിസ്. KK ഗംഗാധരൻ അധ്യക്ഷനായി. C. കൃഷ്ണൻ, PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, VK ബാബുരാജ്, KU രാധാകൃഷ്ണൻ, UV രാമചന്ദ്രൻ, K. ഭവാനി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. യുവകലാ സാഹിത്യയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ജൂന TV ഉദ്ഘാടനം ചെയ്തു.
വർണ്ണവർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ ലഹരി മരുന്നെന്ന മാരകവിപത്തിനെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താനാവൂ എന്ന് ജൂന TV അഭിപ്രായപ്പെട്ടു. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു പൊട്ടിക്കരച്ചിലുണ്ട്. ആ 3 വയസ്സുള്ള എൻ്റെ മകനെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്താക്കിയിട്ട് തിരുവനന്തപുരം പോയി ജോലി ചെയ്യുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഈ 21 വയസ്സുള്ള യുവാവിനെ സെല്ല് തുറന്നു കൊടുത്ത സമയത്ത് അവൻ അവൻ്റെ ഉമ്മക്കരികിലേക്ക് ഓടി ചെല്ലുക ചെയ്യുന്നത്. എങ്ങനെയാ ഈ 3 വയസ്സുള്ള എൻ്റെ മകൻ എങ്ങനെയാണോ എൻ്റെ അരികിലേക്ക് ഓടി വന്നത്, അതുപോലെ ഈ 21 വയസ്സുള്ള യുവാവ് അവൻ്റെ ഉമ്മക്കരികിലേക്ക് ഓടി ചെല്ലുക ചെയ്യുന്നത്. അവൻ പറയാ, ഉമ്മ നമുക്ക് മരിക്കാം ഉമ്മ, എനിക്ക് പറ്റണില്ലുമ്മ, ഈ നശിച്ച ലഹരി വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റണില്ലുമ്മ എന്ന് പറഞ്ഞ് ആ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഇവരൊരു കാര്യം പറയുകയുണ്ടായി. മണ്ഡലം പ്രസിഡന്റ് രഘുവരൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു. വി നാരായണൻ മാസ്റ്റർ, എം രാമകൃഷ്ണൻ, പി ലക്ഷ്മണൻ, KV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോറോം ഉണർവ് നാടക സംഘം അവതരിപ്പിച്ച ദിക്റാബ് എന്ന തെരുവു നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചരിത്രപ്രസിദ്ധമായ കാറമേൽ മഖാമുറുസിന് ഞായറാഴ്ച സമാപനമാകും. സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ കാറമേൽ മഖാമുറൂസിന് ഞായറാഴ്ച സമാപനമാകും. സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ മൗലൂദ് പാരായണത്തോടുകൂടിയാണ് ഉറൂസിന് സമാപനമായത്. 4000-ഓളം ആൾക്കാർ അന്നദാനത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ പയ്യന്നൂർ MLA TA മസൂദൻ മുഖ്യാതിഥിയായി. രാത്രി 9 മണിക്ക് ഭക്തിപരമായ കൂട്ടുപ്രാർത്ഥനയ്ക്ക് അലിയാർ തങ്ങൾ മണ്ണാർക്കാട് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നാഗാസ് കണ്ടങ്ങാളിയുടെ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ ഭാവി വാഗ്ദാനങ്ങളാവുകയാണ് ഋഷിക ജഗദീഷും അഭിനവും. പുതിയ റെക്കോർഡുകളിട്ടാണ് ഇവർ കായിക മേഖലയിൽ തങ്ങളുടെ യാത്ര തുടരുന്നത്. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ ഭാവി വാഗ്ദാനങ്ങളാവുകയാണ് ഋഷികയും അഭിനവും. 2 വർഷമായി ഫാസ്റ്റ് അക്കാദമിയിൽ അത്ലറ്റിക്സിൽ പരിശീലനം നടത്തുന്ന ഋഷിക ജഗദീഷും അഭിനവും കഠിന പരിശ്രമത്തിലാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 80 മീറ്റർ ഹഡിൽസിൽ വെള്ളിയും ദേശീയ സ്കൂൾ കായികമേളയിൽ 8ാം സ്ഥാനവും കരസ്ഥമാക്കുകയുണ്ടായി. ഈ വർഷം ജൂനിയർ വിഭാഗത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 4x400 മീറ്റർ റിലേയിൽ സിൽവർ മെഡലും കരസ്ഥമാക്കിയ താരമാണ്.
ഇപ്പോൾ കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അതേ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിനവ് കഴിഞ്ഞ ഇന്റർ ക്ലബ്ബ് സംസ്ഥാന മീറ്റിൽ പെൻഡത്തലനിൽ 19 വർഷത്തെ മീറ്റ് റെക്കോർഡ് ഭേദിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയുടെ പരിശീലകൻ അഖിൽദാസിന്റെ കീഴിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. രണ്ടുപേരും രാവിലെ 6:30 മുതൽ 8:30 വരെ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിലും വൈകുന്നേരം 4:30 മുതൽ 6:30 വരെ നീലേശ്വരം സിന്തറ്റിക് സ്റ്റേഡിയത്തിലുമാണ് പരിശീലനം നടത്തുന്നത്. ഇവർ നാടിന്റെ ഭാവി കായിക താരങ്ങളായി മാറുമെന്ന് ഫാസ്റ്റ് അക്കാദമിയുടെ പരിശീലനം നൽകുന്ന കോച്ച് അഖിൽദാസും അഭിപ്രായപ്പെടുന്നു. നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട കായിക താരങ്ങളാണ് ഋഷികയും അഭിനവും. രണ്ട് ഫാസ്റ്റ് അക്കാദമിയുടെ രണ്ട് ഭാവി വാഗ്ദാനങ്ങളാണ്. മികച്ച അച്ചീവ്മെൻ്റാണ് ഈ 2 വർഷത്തെ നേട്ടം എന്ന് പറയുന്നത്. സംസ്ഥാന ഇന്റർ ക്ലബ്ബ് അത്ലറ്റിക് മീറ്റ് 19 വർഷത്തെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് പെൻഡത്തലിൽ പുതിയൊരു മീറ്റ് റെക്കോർഡ് സൃഷ്ടിച്ച് അഭിനവ് അടുത്ത വർഷത്തേക്കുള്ള ഒരു സ്റ്റേറ്റ് മീറ്റ്, ദേശീയ കായികമേളയിൽ ഒരു മീറ്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്ലേസ് വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടുപേരും. പപ്പാരട്ടയിലെ ജഗദീഷിന്റെ മകളാണ് ഋഷിക. വെള്ളൂർ ഹൈസ്കൂൾ അധ്യാപകൻ വിജയകുമാറിന്റെ മകനാണ് അഭിനവ്. അടുത്ത വർഷം മികച്ച നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയവും അച്ചടക്കത്തോടു കൂടിയുമുള്ള കഠിന പരിശ്രമത്തിലാണ് രണ്ടുപേരും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്കൂൾ പ്രവേശന പരസ്യങ്ങളിലെ തരംഗമായി റീലുകൾ. പുതിയ കാലത്ത് പുതിയ രീതികളുമായി കുട്ടികളെ ആകർഷിക്കുകയാണ് വിദ്യാലയങ്ങൾ. നീ അറിഞ്ഞിട്ടേ എന്താണ് നമ്മളെ കുണിയന സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങുന്നത്? ഇന്ത്യയും കൂടെ ഒരു കുറവേ ഉണ്ടായിട്ടു നല്ലതന്നെ. ഇപ്പുള്ള പിള്ളേർക്കെല്ലാം നല്ല എണ്ണയല്ലേ. നമ്മപ്പോ പഠിക്കാൻ പറ്റിയില്ല, പിള്ളേർക്കും പഠിക്കട്ടെ. ഇപ്പൊ അവിടെ എന്തെല്ലാം സൗകര്യം. സ്കൂൾ തുറക്കാൻ 1 മാസത്തിലേറെ ഉണ്ടെങ്കിലും കുട്ടികളെ വരവേൽക്കാൻ വിദ്യാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ കാലത്ത് പുതിയ രീതികളിലാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കാൻ സ്കൂൾ PTA-യും അധ്യാപകരും ശ്രമിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ റീലുകൾ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. റീലുകളിൽ അഭിനയിക്കുന്നവരൊക്കെ ചുറ്റുമുള്ളവരാണ്. അവർ പറയുന്നതാകട്ടെ കാര്യവും. തനി നാടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളും റീലുകൾക്ക് കൊഴുപ്പേകുന്നു. റീലുകൾ ഏറ്റവും മനോഹരമാക്കി വിദ്യാർത്ഥികളെ ആകർഷിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ സ്കൂളുകളുടെ പ്രത്യേകതകൾ എടുത്തു കാട്ടാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പ്രത്യേകം പറയാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഏഴിലോട് വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ഏഴിലോട് കാരാട്ടെ കെ പ്രകാശിന്റെ വീടിന് നേരെ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് ആക്രമണം നടന്നത്. ഏഴിലോട് കാരാട്ടെ കെ പ്രകാശിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. വീടിന് സമീപം ഒരു സംഘം ആളുകൾ എത്തുകയും വീടിന്റെ ജനലുകൾ തകർക്കുകയുമാണ് ചെയ്തത്. സംഭവ സമയം പ്രകാശിനും കുടുംബവും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സംഭവത്തിൽ പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് പ്രകാശൻ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു സംഘം ആൾക്കാർ വന്ന് വീടിൻ്റെ ജനൽ ഗ്ലാസുകളൊക്കെ അടിച്ച് പൊളിച്ച് വീട്ടിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എൻ്റെ കുട്ടിയും എൻ്റെ വയസ്സായ അമ്മയൊക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. അതിൽ ഞാൻ പരിയാരം പോലീസിന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മുൻ ഫുട്ബോൾ താരവും ഡൽഹി പോലീസിൽ നിന്നും വിരമിച്ച് ഏറെ നാളുകൾക്ക് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ വി വേലായുധന് ഉജ്ജ്വല സ്വീകരണം. ചൈതന്യ ക്ലബ് മൂലക്കിലാണ് സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കാൽപന്തുകളിയിലൂടെ ജീവിത വിജയം നേടിയ കായിക താരമാണ് വി വേലായുധൻ. YMCA മുട്ടം, പയ്യന്നൂർ കോളേജ് ടീം എന്നിവർക്ക് വേണ്ടി ഏറെക്കാലം കളിക്കളത്തിലിറങ്ങിയിരുന്നു. ഡൽഹി പോലീസ് ടീമിനു വേണ്ടിയും ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസിൽ ഏറെക്കാലത്തെ സേവനത്തിന് ശേഷമാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. ചെണ്ടമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്വീകരണം നൽകിയത്. അത് മൂലക്കി എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു ഫുട്ബോൾ കളിക്കാരനൊന്നും ആവുക എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയതെന്ന് പറഞ്ഞാൽ YMCA ആയിരുന്നു. YMCA കൂടെയാണ് ഞാൻ പോയത്. പിന്നെ പയ്യന്നൂർ കോളേജിലൂടെ ഡൽഹിയിലേക്ക് പോയി. അവിടെ നിന്നുള്ള നല്ല കോച്ചിങ് ക്യാമ്പെല്ലാം അറ്റൻഡ് ചെയ്ത്
കിട്ടിയ നല്ല നല്ല പ്രചോദനവും. പിന്നെ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് സഞ്ജു സാംസന്റെ അച്ഛൻ സാംസൺ. ഞങ്ങൾ രണ്ടുപേരായിരുന്നു മലയാളികൾ. ഡൽഹി പോലീസിൽ 87 തൊട്ട് ഒരു 13-14 വർഷം വരെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. പിന്നെ ഞാൻ ഫുട്ബോൾ ഫീൽഡിൽ നിന്ന് ഒഴിവായി ഡൽഹി സ്റ്റേഷനിലും ഇമിഗ്രേഷൻ എന്നിവയിലെല്ലാം സേവനമനുഷ്ഠിച്ചു. സ്വീകരണ പരിപാടിക്ക് പി അനീഷ്, കെ സുമേഷ്, മധു മാടൻ, കുതിരുമേൽ ബാബു, വി ശ്രീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലഹരി വിരുദ്ധ മാസ് ക്യാമ്പയിനായി പയ്യന്നൂർ നെസ്റ്റ് കോളേജ് 21 രാവിലെ 10 മണിക്ക് രാമന്തളിയിൽ ഉദ്ഘാടനം നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നെസ്റ്റ് കോളേജ് പയ്യന്നൂർ ഏപ്രിൽ 21 മുതൽ 24 വരെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടത്തുന്ന ലഹരി വിരുദ്ധ മാസ് ക്യാമ്പയിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, രാമന്തളി, കാങ്കോൽ, കരിവള്ളൂർ പഞ്ചായത്തുകളിലും കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, പിലിക്കോട്, ചെറുവത്തൂർ, ചീമേനി പഞ്ചായത്തുകളിലുമായി 500ഓളം കേന്ദ്രങ്ങളിൽ കൂടി ലഹരി വിരുദ്ധ പ്രചരണ വാഹനം കടന്നുപോകും. 21 രാവിലെ 10 മണിക്ക് രാമന്തളി ബസാറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ലഹരി വിരുദ്ധ മാസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ MPA റഹീം നിർവഹിക്കും. ചീമേനി ടൗണിൽ നടക്കുന്ന സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ്ലിറ്റ് ഉദ്ഘാടനം ചെയ്യും. ഭാവി തലമുറയുടെ സർവനാശത്തിന് വഴിയൊരുക്കുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കോളേജിലെ ഓരോ വിദ്യാർത്ഥിയുടെയും വീടുകളിൽ ബോധവൽക്കരണവുമായി വളണ്ടിയർമാർ എത്തി. ഇനി സമൂഹത്തിലേക്ക് എന്നതാണ് ലക്ഷ്യം. മാധ്യമ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ MPA റഹീം, അഡ്മിനിസ്ട്രേറ്റർ KP മുരളി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രൈസ്തവ സമൂഹം ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിന്മ, അസത്യം എന്നിവയുടെ ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിലകൊള്ളണമെന്നുള്ള സന്ദേശം ലോകത്തിന് നൽകിയാണ് ഈസ്റ്റർ ആഘോഷം നടന്നത്. ഔഷധക്കൂട്ടുകളിലൂടെ തയ്യാറാക്കിയ ചായക്കൂട്ടുകളിൽ നെയ്തെടുത്ത യോഗ മാറ്റ് വിപണിയിലെത്തിച്ച് കൈത്തറി രംഗത്ത് കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഇരിണാവ് കൈത്തറി സഹകരണ സംഘം. 22-ന് വ്യവസായ മന്ത്രി P രാജീവ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം എഴുന്നള്ളത്തിനിടെ ആനയിടഞ്ഞു. ശനിയാഴ്ച രാത്രി 9:45ഓടെയാണ് സംഭവം. 1 മണിക്കൂർ നേരത്തെ ശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. ജീവൻ മുറുകെ പിടിച്ച് ആനയുടെ മുകളിലിരുന്ന കേശവൻ നമ്പൂതിരിയെ ആദരിച്ചു. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ചു വരുന്ന പുഴ ശുചീകരണ യജ്ഞം 3ാം ഘട്ടം കൗവായിക്കായലിൽ നടന്നു. രാമന്തളി തെക്കുംപാട് ബോട്ട് ജെട്ടിയിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.